അന്ന് മാറാടിനെ പറ്റി ഓർമ്മിപ്പിച്ചത് മിസ്റ്റർ വെള്ളാപ്പള്ളിയാണ്. ഇന്ന് മാറാടിനെ പറ്റി വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് AK ബാലനാണ്. എന്താണ് പറഞ്ഞത്? കേരളം മറക്കാൻ ആഗ്രഹിച്ച ഒരു കലാപത്തെ പറ്റി ഓർമ്മിപ്പിച്ച് നാളെ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് ജമായത്തെ ഇസ്ലാമിയാണ് എന്നാണ് പറയുന്നത്. ഞാൻ ജമായത്തെ ഇസ്ലാമിയെ അവിടെ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, എൻ്റെ ഓർമ്മയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വർഗീയ കലാപത്തിൽ ജമായത്തെ ഇസ്ലാമി പങ്കാളിയായതായിട്ട് എൻ്റെ രാഷ്ട്രീയ ബോധത്തിനകത്തുണ്ടായിട്ടില്ല. അത് നാദാപുരം കലാപമാകട്ടെ മാറാട്ട് കലാപമാകട്ടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. തീർന്നില്ല. 2002-2003 മാറാട് കലാപം ഉണ്ടായതെങ്കിൽ 2006 കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജമായത്തെ ഇസ്ലാമി പിന്തുണച്ചത് ഡയറക്റ്റായി, അത് മറ്റേ മൂല്യം നോക്കിയിട്ടല്ല, വളരെ ഡയറക്റ്റായി പിന്തുണച്ചത് അന്നത്തെ CPM-നെയാണ്. KT ജലീൽ ജയിച്ചപ്പോൾ, കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് ജയിച്ചപ്പോൾ, തിരൂരിൽ ET മുഹമ്മദ് ബഷീർ പരാജയപ്പെട്ടപ്പോൾ, ലീഗിന്റെ ആളുകളൊക്കെ പരാജയപ്പെട്ട ഒരു വലിയ തെരഞ്ഞെടുപ്പ് കാലത്ത് KT ജലീൽ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഏറ്റവും ആദ്യം പോയത് കോഴിക്കോട്ടെ മാവൂർ റോഡിലെ ഹിറ സെന്ററിലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർന്നില്ല. 2011 തെരഞ്ഞെടുപ്പിൽ ശ്രീ KTക്ക് അറിയാം, 2010 ഞങ്ങളുടെ നാട്ടിൽ ഞാനൊക്കെ പങ്കെടുത്ത പോലീസ് ഒരു വലിയൊരു ലാത്തിചാർജ് ഉണ്ടായ കിനാലൂർ രാഷ്ട്രീയ സമരം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ശ്രീ പ്രമോദിന് ഓർമ്മയുണ്ടാവും. ആ 2010 മെയ് മാസം 4 നടന്ന പോലീസ് ലാത്തിചാർജ് VS അച്യുതാനന്ദൻ ഇടപെട്ട് തീർത്തപ്പോൾ ഒരു 3-4 മാസക്കാലം കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയ്ക്കകത്ത് CPM അന്ന് പ്രചരിപ്പിച്ചത് സോളിഡാരിറ്റിയും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഒരു സമരമുണ്ടാക്കി, ഒരു വർഗീയ സമരമുണ്ടാക്കി എന്നായിരുന്നു.